നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസ് മുതൽ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണങ്ങൾ സംശയങ്ങളുടെ മുൾമുനയിലേക്ക്. ഇഡി കേരളത്തിൽ അന്വേഷിക്കുന്ന കേസുകളിൽ വ്യക്തമായ നടപടികൾ ഉണ്ടാകാത്തത് ഈ അന്വേഷണങ്ങൾ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എന്ന ചോദ്യങ്ങളാണ് സത്യത്തിൽ ഉയർത്തുന്നത്. അന്വേഷണം നടത്തുന്ന മിക്ക കേസുകളിലും അറസ്റ്റിലായവരുടെയും അറസ്റ്റിലാകേണ്ടവരുടെയും ചട്ടുകങ്ങളായി ചില ഉദ്യോഗസ്ഥന്മാർ മാറിയോ? ഈ ചോദ്യം ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. NIA ഒഴികെ ഒരു കേന്ദ്ര ഏജൻസിയും നടത്തുന്ന അന്വേഷണങ്ങൾ ഒരു തീരത്ത് അടുക്കുന്നില്ല. ഇത് സംബന്ധിച്ച് കോടതികളിൽ നിന്ന് ചോദ്യശരങ്ങൾ ഉയരുമ്പോൾ പോലും ആഴങ്ങളിൽ മുങ്ങിത്തപ്പുകയാണവർ. ഇതെന്ത് വിരോധാഭാസമാണ്? അഴിമതിരഹിത ഭരണമെന്ന ദൃഢപ്രതിജ്ഞയുമായി മുന്നോട്ടു പോകുന്ന മോദി സർക്കാരിന് അപവാദമാണിത്. അധികാര കസേരകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥ തൻ പ്രമാണിത്വം ആരെയാണ് കബളിപ്പിക്കുന്നത്? ജനത്തെയോ അതോ നരേന്ദ്രമോദിയെയോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനം ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയടിച്ച CPM നേതാക്കൾ ഉൾപ്പെടെ പ്രതികളായ കേസിൽ ഇഡിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നതും ഈ സാഹചര്യത്തിലാണ്. സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം നീണ്ടുപോകുന്നതിനാലാണ് കോടതിയുടെ വിമർശനം. ഈ കേസിൽ എന്താണ് ഇഡി ചെയ്യുന്നതെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അന്വേഷണം മന്ദഗതിയിലാകരുതെന്നും ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിന്റേതാണ് ഈ നിരീക്ഷണം. തന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി അലി സാബ്രി എന്ന നിക്ഷേപകൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ പരാമർശം. അലി സാബ്രിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇഡി വിചാരണ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം ഹാജരാക്കണമെന്നും അന്വേഷണ ഏജൻസിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അലി സാബ്രിയുടെ ഹർജി തള്ളണമെന്നും ബാങ്കുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തിയ ക്രമക്കേടുകൾക്ക് തെളിവുണ്ടെന്നുമാണ് ഇഡിയുടെ നിലപാട്. അതേസമയം അന്വേഷണത്തിനിടയിലെ കോടതി ഇടപെടലുകൾ വേഗം കുറയ്ക്കുന്നതായിട്ടാണ് ഇഡി കോടതിയിൽ കാരണം പറഞ്ഞിരിക്കുന്നത്. സഹകരണ രജിസ്ട്രാറെ അടക്കം ചോദ്യം ചെയ്യുന്നതിൽ കോടതി ഇടപെടലുണ്ടായി. രജിസ്ട്രാർ കോടതിയെ സമീപിച്ച് സമൻസിൽ സ്റ്റേ നേടിയെന്നും ഇഡി പറഞ്ഞിരിക്കുന്നു. അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായെന്നാണ് ഇഡി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും നിലവിൽ കരുവന്നൂരിനൊപ്പം 12 സഹകരണ ബാങ്കുകളിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഇഡി വ്യക്തമാക്കി. കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. ചോദ്യം ചെയ്തവരിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസിൽ ചില രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് വ്യക്തമായിട്ടുണ്ടെന്നും ഇഡി അറിയിച്ചിട്ടുണ്ട്. ഇവർക്കും സമൻസ് അയക്കുന്നുണ്ട്. എന്നാൽ എല്ലാ കാലത്തും അന്വേഷണം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നും നിക്ഷേപകരടക്കം അനേകം പേരെ ബാധിക്കുന്ന കാര്യമാണിതെന്നും കോടതി ഇഡിയോട് പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ നിർണായകമാണ്. നിക്ഷേപകർക്ക് എന്തുറപ്പ് കൊടുക്കുമെന്ന് കോടതി ഇഡിയോട് ചോദിച്ചു. ഒരു അന്വേഷണ ഏജൻസി കാര്യപ്രാപ്തി തെളിയിക്കേണ്ടത് അവരുടെ നടപടിയിലൂടെയാണെന്ന് ഓർമ്മിപ്പിക്കാനും കോടതി മറന്നിട്ടില്ല. അന്വേഷണത്തിന് ഒരു സമയക്രമം ഉണ്ടാകണമെന്നാണ് ഇഡിയോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. പരാതിക്കാരനായ അലി സാബ്രിക്കെതിരെ ഗുരുതരമായ കേസാണുള്ളതെന്നാണ് ഇഡി പറയുന്നത്. അലി സാബ്രിക്ക് സ്വന്തം പേരിലും കുടുംബക്കാരുടെയും മറ്റുള്ളവരുടെയും പേരിലുമായി 6.6 കോടി രൂപയാണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് വായ്പയായി ലഭിച്ചിട്ടുള്ളതെന്നാണ് ഇഡി പറഞ്ഞിരിക്കുന്നത്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2023 നവംബർ 1 കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കുറ്റങ്ങൾ വിചാരണ ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കുന്നത്. CPIM വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ PR അരവിന്ദാക്ഷൻ, സ്വകാര്യ പണമിടപാട് സ്ഥാപന ഉടമയായ P സതീഷ് കുമാർ,
ബാങ്കിലെ അക്കൗണ്ടന്റ് CK ജിൽസി, തൃശൂർ സ്വദേശി PP കിരൺ എന്നിവരെയാണ് ED നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ആദ്യം ചെയ്യുന്നത്. ബാങ്ക് അധികൃതരുടെ ഒത്താശയോടെ പ്രതികൾ ബാങ്കിൽ നിന്ന് വ്യാജ വായ്പയെടുത്ത് ഉണ്ടാക്കിയ പണം തട്ടിയെടുത്തെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. സൊസൈറ്റിയിലെ അംഗങ്ങൾ അറിയാതെ ഒരേ വസ്തുവിൽ നിരവധി തവണ ബാങ്ക് നിരവധി വ്യാജ വായ്പകൾ അനുവദിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. ബാങ്കിൽ അംഗങ്ങളല്ലാത്ത നിരവധി പേർക്ക് ബിനാമി വായ്പ അനുവദിച്ചു, അതും വർദ്ധിപ്പിച്ച സ്വത്ത് മൂല്യനിർണയത്തിൽ. ഇപ്രകാരം അനുവദിച്ച വായ്പകൾ പ്രതികൾ തട്ടിയെടുക്കുകയും വെളുപ്പിക്കുകയും ഉണ്ടായി. CPIM നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രമുഖ രാഷ്ട്രീയക്കാരുമായി ബന്ധമുള്ളതാണ് ഈ കേസ്. കേരളത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ 2 പ്രമുഖ CPIM നേതാക്കളായ AC മൊയ്തീനെയും AK കണ്ണനെയും ED ചോദ്യം ചെയ്തിരുന്നതാണ്. തുടർന്ന് ഇവർക്കെതിരെയുള്ള നടപടികൾ ഇപ്പോഴും ഒച്ചിനേക്കാൾ കഷ്ടമായി ഇഴയുകയാണ്. ഇവിടെ വരെ എത്തി നിൽക്കുകയാണ് കരുവന്നൂരിൽ CPM നേതാക്കൾ ഉൾപ്പെടെ കൈയിട്ടു വാരിയ ബാങ്ക് കൊള്ള. നന്ദി.